സന്ദർശക വിസയിൽ യുഎഇയിൽ എത്തിയവർക്ക് സന്തോഷ വാർത്ത. യുഎഇയിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്ന വാറ്റ് തുക യുഎഇ നിങ്ങൾക്ക് തിരിച്ചു നൽകും. അതിന് ആദ്യം വാറ്റ് റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് അറിയണം. ഇക്കാര്യങ്ങൾ ഓർക്കുക. യുഎഇയിൽ താമസ വിസയുള്ളവരാകരുത്. വിമാന കമ്പനിയുടെ ജീവനക്കാരനായി യുഎഇയിലെത്തി മടങ്ങുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല. 18 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകൾ യുഎഇയുടെ വാറ്റ് റീഫണ്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം. ഷോപ്പിംഗ് നടത്തുന്നതിന് മുൻപ് ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കാം. സാധനങ്ങൾ വാങ്ങി 90 ദിവസത്തിനുള്ളിലാണെങ്കിൽ മാത്രമേ റീഫണ്ട് ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. റീഫണ്ടിന് അപേക്ഷിക്കുന്ന സാധനങ്ങൾ കൈവശമുണ്ടായിരിക്കണം. യുഎഇയിൽ പ്ലാനറ്റ് എന്ന സ്ഥാപനമാണ് വാറ്റ് റീഫണ്ട് നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും കര അതിർത്തികളിലുമെല്ലാം ഇതിനായുള്ള കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി സാധനങ്ങൾ വാങ്ങിയ ബില്ലുകൾ ഇല്ലെങ്കിലും ഈ തുക തിരിച്ചു കിട്ടാൻ വഴിയുണ്ട്. കാരണം യുഎഇയിലെ മിക്ക ഔട്ട്ലെറ്റുകളിലും ഇപ്പോൾ പേപ്പർ ബില്ലുകൾ നൽകുന്നില്ല. മെയിൽ ഐഡികളിലേക്ക് അല്ലെങ്കിൽ SMS ഇ കോപ്പിയായി ബില്ല് അയക്കുകയാണ് ചെയ്യുന്നത്. 2018 മുതൽ നിലവിലുണ്ടെങ്കിലും 2022 യുഎഇയിലെ ഫെഡറൽ ടാക്സ് അതോറിറ്റി പൂർണ്ണമായും ഡിജിറ്റലായി വാറ്റ് തുക തിരിച്ചു നൽകുന്ന രീതി ആരംഭിച്ചത്. രാജ്യത്തെത്തുന്ന സന്ദർശകർക്ക് വാറ്റ് റീഫണ്ട് എളുപ്പമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയത്. വിവിധ റീറ്റെയിൽ ഷോപ്പുകൾ ഇതിനോട് പൂർണ്ണമായും സഹകരിച്ചു. പേപ്പറില്ല വാറ്റ് റീഫണ്ട് എങ്ങനെ? സാധനങ്ങൾ വാങ്ങുമ്പോൾ അതത് കടയിലുള്ള നിയുക്ത വ്യക്തിയോട് വാറ്റ് ഒഴിവാക്കുന്നതിനായി പാസ്പോർട്ട് വിവരങ്ങൾ ചേർക്കാൻ ആവശ്യപ്പെടാം. ഇതിനായി പാസ്പോർട്ട് നമ്പറും ഒപ്പം മൊബൈൽ നമ്പറും ഡിജിറ്റൽ ടാക്സ് ഫ്രീ സിസ്റ്റത്തിൽ ചേർക്കും. ഇതോടെ SMS ആയി ടാക്സ് ഇൻവോയ്സും ഒപ്പം ടാക്സ് ഫ്രീ ടാഗും ലഭിക്കും. വാറ്റ് റീഫണ്ട് ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 250 ദിർഹത്തിന്റെ ഷോപ്പിംഗ് നടത്തിയിരിക്കണം. അതേസമയം തന്നെ ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും പേപ്പർ ബില്ലുകൾ തന്നെ നൽകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബില്ലും കൂടെ പ്ലാനറ്റ് ടാക്സ് ഫ്രീ ടാഗും കരുതണം. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള എക്സിറ്റ് പോയിന്റുകളിലുള്ള കേന്ദ്രങ്ങളിൽ ബില്ലും ഒപ്പം ടാഗും നൽകണം. ടാക്സ് ഫ്രീ ടാഗിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ പ്ലാനറ്റ് ഷോപ്പർ പോർട്ടലിൽ കയറാം. ടാക്സ് ഫ്രീ ആയി സാധനങ്ങൾ വാങ്ങിയതിന്റെ വിശദാംശങ്ങൾ ഇവിടെ ലഭ്യമാകും. വാറ്റ് റീഫണ്ട് പൂർത്തിയാക്കേണ്ട വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഇതിലൂടെ മനസ്സിലാക്കാം. എങ്ങനെ വാറ്റ് റീഫണ്ട് ആവശ്യപ്പെടാം? ലഗേജ് ചെക്കിങ്ങിന് മുൻപ് എല്ലാ ബില്ലുകളും സാധനങ്ങളും വിമാനത്താവളങ്ങളിലോ ലാൻഡ് പോർട്ടലുകളിലോ ഉള്ള വാറ്റ് റീഫണ്ട് കേന്ദ്രങ്ങളിൽ നൽകണം. പാസ്പോർട്ട് അവിടെയുള്ള നിയുക്ത വ്യക്തിക്ക് നൽകാം. സ്വയം സേവന കിയോസ്കുകളിലാണെങ്കിൽ ആദ്യം പാസ്പോർട്ട് അല്ലെങ്കിൽ GCC ID സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകാം. തുടർന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാം. തുടർന്ന് പച്ച വെളിച്ചമാണ് തെളിയുന്നതെങ്കിൽ സ്കാനിങ് പൂർത്തിയായെന്നാണ് മനസ്സിലാക്കേണ്ടത്. ചുവപ്പ് വെളിച്ചമാണ് തെളിയുന്നതെങ്കിൽ കേന്ദ്രത്തിലുള്ള നിയുക്ത വ്യക്തിയുടെ സഹായം തേടാം. സ്കാനിങ് പൂർത്തിയായാൽ ഏത് തരത്തിലാണ് വാറ്റ് തുക തിരിച്ചു വരേണ്ടതെന്ന് തീരുമാനിക്കാം. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, പണം, ഡിജിറ്റൽ വാലറ്റ് തുടങ്ങിയ വിവിധ രീതിയിൽ പണം കൈപ്പറ്റാം. യുഎഇയിലെ വാറ്റ് റീഫണ്ട് കേന്ദ്രങ്ങൾ. വാറ്റ് തുക തിരിച്ചു കിട്ടുന്നതിനായി വിമാനത്താവളങ്ങളിലോ ലാൻഡ് പോർട്ടുകളിലോ ലഗേജ് നൽകുന്നതിന് മുൻപ് പ്ലാനറ്റ് വാറ്റ് റീഫണ്ട് കേന്ദ്രങ്ങളിൽ എത്തണം. ഏതെങ്കിലും തരത്തിൽ പരിശോധന ആവശ്യമാണെങ്കിൽ ചെയ്യുന്നതിനായാണ് ലഗേജ് നൽകുന്നതിന് എത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. വിമാനത്താവളങ്ങൾ. സയ്യിദ് ഇന്റർനാഷണൽ വിമാനത്താവളം, ദുബായ് വിമാനത്താവളം, അൽ മക്തൂം വിമാനത്താവളം, ഷാർജ വിമാനത്താവളം, അലൈൻ വിമാനത്താവളം, റാസൽ ഖൈമ വിമാനത്താവളം, അൽ ഫുജൈറ വിമാനത്താവളം. കര അതിർത്തികൾ. അൽ കുഫൈത്ത്, അൽ ഫിലി അലൈൻ, അൽ മദീഫ് അലൈൻ, ഹത്ത, ഖമത്ത്. തുറമുഖങ്ങൾ. പോർട്ട് സയ്യിദ്, പോർട്ട് റാഷിദ്, ഫുജൈറ പോർട്ട്.